ചേർത്തല ടു തിരുവല്ല സീരീസിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ട് 1 നമ്മൾ തിരുവല്ലയ്ക്ക് അമ്പലപ്പുഴ വഴി തിരിച്ചിരിക്കുകയാണ് തിരുവല്ലയ്ക്ക് പോയത്. അപ്പോൾ തിരിച്ച് നമ്മൾ വരുന്നത് ചങ്ങനാശ്ശേരി വഴിയാണ് വരുന്നത്. അതായത് ചങ്ങനാശ്ശേരി AC റോഡ് വഴി നേരെ ചേർത്തലയ്ക്കാണ് പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീരീസ് പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടിട്ട് വേണം ഇത് കാണാൻ. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലാക്കുള്ളൂ. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അത് കാണാത്തവർക്ക് ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും എന്തിലേക്ക് വരും അത് പോയി കാണുക, എന്നിട്ട് ഇത് കാണുക. അത് നമ്മൾ ചങ്ങനാശ്ശേരിക്കുള്ള റോഡ് കയറിയിട്ടാണ്. ഞാൻ തിരുവല്ലയിൽ നിന്ന് ഇറങ്ങി 5 മണിക്കാണ്. അപ്പം 1 മണിക്കൂർ 45 മിനിറ്റാണ് എനിക്ക് തോന്നുന്നത് ചങ്ങനാശ്ശേരി കാണിക്കുന്നത്. കറക്റ്റാണോ എന്ന് എനിക്ക് അറിയില്ല. ഗൂഗിൾ അന്നേരം കാണിച്ച അങ്ങനെയാണ്. അപ്പോൾ അത്ര ടൈം എടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ വൈകിട്ട് 5 മണി ടൈം ആയതുകൊണ്ട് ബ്ലോക്ക് അത്യാവശ്യം ചെറിയ ബ്ലോക്കുകളൊക്കെ ഉള്ളു. അങ്ങനെ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചങ്ങനാശ്ശേരിക്കുള്ള റോഡ് കയറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം ഈ ഒരു സമയമായതുകൊണ്ട് ഒരു ചെറിയ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഈ ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണല്ലോ 5 മണി. ആ ഒരു രീതിയിലുള്ള ചെറിയ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് ഈ 1 മണിക്കൂർ 45 മിനിറ്റുള്ളിൽ എത്താൻ പറ്റുമില്ല എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. അന്നേരം 2 മണിക്കൂർ കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ 2 മണിക്കൂർ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ എത്തി. 2 മണിക്കൂറും 15 മിനിറ്റൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ എത്തി ആ തിരുവല്ലയ്ക്ക് എത്തിയിരുന്നു. പിന്നെ ഈ ഒരു റൂട്ട് ഈ ഒരു ടൈമിന് പോകുന്ന ബെസ്റ്റാണ്. അമ്പലപ്പുഴ വഴി പോയാലും ഈ ഒരു വഴി പോയാലും ബെസ്റ്റ് എന്ന് പറയാൻ കാര്യം ഞാൻ പറഞ്ഞത് ഈ ഒരു സംഭവമാണ്. ഈ ഒരു സീനറി അത് കിട്ടണമെങ്കിൽ ചങ്ങനാശ്ശേരി വഴി വന്നിട്ട് എനിക്ക് വേറെ ലെവലൊരു വ്യൂ ആണ് കിട്ടിയത്. എനിക്ക് വീഡിയോയിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഷോർട്സ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വ്ലോഗ് ചാനലിൽ ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ആ ഒരു വ്യൂ അതേപോലെ തന്നെ ഈ വീഡിയോക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. എനിക്കും അത് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയുക, കാണാൻ അറിയിക്കുക. എനിക്ക് ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ് ആ സമയത്ത് കിട്ടിയത്. ഒരു പാട്ടൊക്കെ ഇട്ട് നൈസായിട്ട് സോളോ റൈഡൊക്കെ അടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പോവാം. അതായത് റോഡിൽ നോക്കി പോകണം, ഇല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലുമൊക്കെ കയറി ആ ഒരു 2 റോഡ് നടുക്കൂടെ, അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും പാടാം, അതിൻ്റെ നടുക്കൂടെ ഈ റോഡ്. പിന്നെ ഈ ഒരു വൈകിട്ട് ടൈം ആ ഒരു സൂര്യൻ്റെ ഒരു സംഭവമൊക്കെ ആയിട്ടൊരു വെളിച്ചമൊക്കെ ഇട്ട് നല്ല കിട്ടുന്നൊരു വൈബാണ്. എനിക്കിപ്പോൾ തന്നെ ആ ഒരു വൈബ് കിട്ടുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ക്യാമറ എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് എന്നെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വീഡിയോ കാണുമ്പോഴാണ്. പക്ഷേ എന്നാലും എനിക്ക് ഞാൻ കണ്ട പോലെ അത്ര ക്ലിയറായിട്ടൊന്നും HD ദൃശ്യം പോലെയൊന്നും കിട്ടിയില്ലെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ ഇതിൽ കാണുന്നുണ്ട് ഈ ക്യാമറയിൽ. അതിനെനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരിക്കുള്ള ട്രെയിനിങ് എടുത്തിരിക്കുകയാണ്. ലെഫ്റ്റ് കട്ടിയിട്ട് നമ്മൾ നേരെ ഇനി ആലപ്പുഴ AC റോഡിൽ പിടിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡ്. പണ്ട് ഈ AC റോഡിൻ്റെ കോലം എന്തായിരുന്നു നിങ്ങൾക്ക് ആലപ്പുഴക്കാർക്ക് എന്തായാലും അറിയാം. അല്ലാത്തവർക്ക് കുറേ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റോഡ് പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള AC റോഡിൻ്റെ ഒരു ഡിഫറൻസാണ്. ഒരു രക്ഷയില്ലാത്ത റോഡ് ക്ലീൻ പണിത് ഏത് ടീമാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നാലും ഹാറ്റ്സ് ഓഫ് യു, ആ ടീമിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ് കൊടുക്കും. കാര്യം പണ്ട് ഈ AC റോഡിൽ കൂടെ പോകുമ്പോൾ മൊത്തം മഴ സമയത്ത് വെള്ളം കയറി അത്തുമാതിരി അലമ്പായിരുന്നു. നമുക്ക് റോഡ് പോയി കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളമൊക്കെ കയറി. ഫ്ലഡ് സമയത്തായാലും അല്ലാത്ത ചെറിയ 2 മഴ പെയ്താൽ തന്നെ റോഡ് വെള്ളം കയറുന്ന അറിയും. പിന്നെ ഈ റോഡ് വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ. എന്നാൽ ഇപ്പോൾ ഈ റോഡ് പണി കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്ര 24 ഫ്ലൈ ഓവർ ഏതാണ്ടുണ്ടെന്ന് തോന്നുന്നു. അറിഞ്ഞില്ല കറക്റ്റ് കണക്ക് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗൂഗിളിലൊക്കെ കാണാൻ കഴിയുക. ഞാൻ പറഞ്ഞ വൈബ് ഉണ്ട് കേട്ടോ. ആ ഒരു വെട്ടം അല്ലെങ്കിൽ ആ സൂര്യൻ്റെ ഒരു വെളിച്ചത്തിൽ സൈഡിൽ കൂടെ ആ റോഡിൽ കൂടെ പോകുമ്പോൾ ആ വൈബ് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡിൽ ഇപ്പോഴത്തെ വ്യത്യാസം പണ്ടത്തെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. റോഡിന് വീതിയും കൂട്ടി 2 സൈഡിലും കാന പോലെ പണിതിട്ടുണ്ട്. അതായത് വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൽ നിറഞ്ഞ് അങ്ങനെ ഒഴുകി പൊക്കോളും. അതായത് നമ്മുടെ റോഡിലേക്ക് കയറാത്ത രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പണി തുടങ്ങിയപ്പം ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ പണി ഇത്രയെങ്കിലും പണി തീർന്നിട്ടില്ല. ഇനി ഒരു ഫ്ലൈ ഓവർ മേൽപ്പാലം കൂടെ ഓപ്പൺ ആക്കാൻ കൂടി ഉണ്ട്. അതും കൂടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ റോഡ് ഫുള്ള് സെറ്റാണ്. ഈ 1 മണിക്കൂർ 45 മിനിറ്റ് എന്നുള്ള അതിലും കൂടെ നമുക്ക് എന്തായാലും എത്താൻ പറ്റും ചങ്ങനാശ്ശേരി വഴി. ഇപ്പോൾ ഇനി റോഡ് പേടിക്കേ വേണ്ട. എനിക്ക് തോന്നുന്നു തിരുവല്ല വഴിയായിരുന്നു ഇപ്പോൾ ഒരുവിധം ആൾക്കാർ, അമ്പലപ്പുഴ തിരുവല്ലയ്ക്ക് പോകുന്നവർ, തിരുവല്ലയ്ക്കായാലും ആ റൂട്ട് പിടിക്കുന്നവരെല്ലാവരും, കോട്ടയം പിടിക്കുന്നവരായാലും അമ്പലപ്പുഴ വഴി ആയിരുന്നു ഒരുവിധം ആൾക്കാർ പിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം ചങ്ങനാശ്ശേരി വഴി ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോട്ടയത്തിന് പോകുന്നവർക്കായാലും നല്ല തിരുവല്ല ചെങ്ങന്നൂരൊക്കെ പോകുന്നവർക്കായാലും സുഖമായിട്ട് പോയി പോകാം. കാര്യം റോഡ് നല്ല രീതിയിൽ ക്ലീനാണ്. ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിട്ട് നമുക്ക് നല്ല രീതി കൂടിയ കാരണം നമുക്ക് സുഖമായിട്ട് ഓവർടേക്ക് ചെയ്തൊക്കെ പോവുകയും ചെയ്യാം. ടൈം
അങ്ങനെ ബ്ലോക്ക് കിട്ടിയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഈ പാലം ലാസ്റ്റത്തെ ഒരു പാലം കൂടെ ഉള്ളൂ. അതും കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വ്യൂ ഇപ്പോൾ കണ്ടത്, ആ തുറന്നു വരുന്ന മരത്തിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ആ ഒരു വ്യൂ തുറന്നു വരുന്ന ആ ഒരു വൈബ് വേറെ കഴിച്ചു. നിങ്ങൾ ഈ റൂട്ട് വൈകിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഈ ഒരു വ്യൂ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വൈകിട്ട് പോവുകയും ചെയ്യാം. വേറെ ഒരു ലെവൽ വൈബാണ്. ഒരു ഈവനിങ് റൈഡൊക്കെ അടിക്കുന്നവർക്ക് ഇതിലൊക്കെ സുഖമായിട്ട് പോയി. റോഡ് ക്ലീനാണ്, നമുക്ക് ഒരു വൈബൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ചില്ല് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഇതാണ്. കുറച്ച് നേരത്തേക്ക് ഒരു മൈൻഡ് റിലാക്സിനൊക്കെ റൈഡ് എടുക്കുന്നവർക്ക് ബെസ്റ്റ് റോഡ് എന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യാം. കാര്യം ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്കിപ്പോൾ ക്യാമറയിൽ കാണുന്നുണ്ടല്ലോ ആ ഒരു വ്യൂ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മറ്റു ടൗൺ ജംഗ്ഷൻ പോലത്തെ സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ബ്ലോക്ക് കിട്ടിയിരിക്കും. എന്നാലും നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പിടിച്ച് നിൽക്കേണ്ടി വരില്ല. വിട്ടിങ്ങനെ പോവുകയും ചെയ്യാം. ബൈക്കിലൊക്കെ വരുന്നതൊക്കെയാണ് സുഖമായിട്ട് 1 മണിക്കൂർ പോലും വേണ്ടി വരില്ല. അതിനുള്ളിൽ നമ്മൾ വീടെത്തിയിരിക്കും. കാര്യം ആ രീതിയിൽ ക്ലീനാണ് റോഡ്. ഇത് തിരക്കും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ പ്രചരണം, പാർട്ടിക്കാരുടെ ഓരോരോ കോമഡികളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ തിരക്കുകൾ കാര്യങ്ങളൊക്കെ അതിന് ഇലക്ഷൻ തീരണം വരെ ഉണ്ടാവും ആ പരിപാടികളൊക്കെ. അതാണ് ഈ സൈഡിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെയാണ് ഈ ബ്ലോക്ക്. അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തകർത്തി നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു ഫീലും ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഈ ഒരു റൂട്ടിൽ കൂടെ ഈ ടൈമിന് ഇപ്പോൾ പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയുക നിങ്ങൾക്ക് എത്രത്തോളം എൻജോയ്മെൻ്റ് അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് പറയും. എനിക്ക് ആ ഒരു റൈഡ് നല്ല രീതിയിൽ ഫീലാണ്. കാര്യം ആ ഒരു ടൈമും ഈ ഒരു തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് ചില്ലായിട്ട് ഒരു കടക്കിയിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5:30-6 മണിയാവാറായി വരുന്നുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ ആലപ്പുഴ അടുപ്പിച്ചെത്താറായി വരുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കയറി ആലപ്പുഴ എത്താറായി വരുന്നുണ്ട്. എനിക്ക് തോന്നില്ല നമുക്ക് ഇവിടെയാണ് കണ്ണഗിരി ആവാറായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങളെന്തായാലും കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കും പടക്കിട്ട്. ഇത് കോടയൊന്നുമല്ല, നിങ്ങളാരും തെറ്റിയടിക്കേണ്ട. ഈ ഒരു സംഭവം പക്ഷേ കുപ്പയിട്ടതാണ്. പക്ഷേ ആ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ പൊള്ളി ലുക്കായിരുന്നു. എനിക്ക് ഇത് അവർക്ക് അറിയാൻ പറ്റില്ല. ഞാൻ കറക്റ്റായിട്ട് അന്നേരം വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. എനിക്ക് അന്നേരം വന്നപ്പോൾ ആ ഫീല് വേറെ ലെവലായിരുന്നു. പക്ഷേ സംഭവം കോടയൊന്നുമല്ല, കുപ്പയിട്ടതാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും ആ ഒരു സീനറി. ആ ഒരു സീനറി കറക്റ്റായിട്ട് ആ ക്യാമറയും കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ മേൽപ്പാലം. 24 മേൽപ്പാലം ഏതാണ്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. കറക്റ്റാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും ഈ കണ്ടിട്ട് ഞാൻ തരും. ഏകദേശം ആലപ്പുഴ എത്താറായി വരുന്നുണ്ട്. എനിക്കിവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്റർ പറ്റപ്പോലും ഇല്ല. ഒരു 10-20 കിലോമീറ്റർ കാണുമായിരിക്കും, അത്ര ഉണ്ടാവുള്ളൂ. അത് 6:15 വരുന്നുണ്ട്. 6:45 എന്തായാലും എത്തും. അപ്പോൾ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ കറക്റ്റ് തന്നെയാണ്. എനിക്കിവിടെ 3 മണിക്കൂർ പോലും വേണ്ട. റോഡ് ക്ലീൻ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് എന്തായാലും എനിക്ക് ഇവിടെ എത്താൻ പറ്റും. ഇപ്പോൾ ആലപ്പുഴ നമ്മൾ ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ റോഡ് കാണുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കുന്നുണ്ട്. ഇവിടെ നേരെ മറ്റേ ഒരു നമ്മളെ പുന്നപ്പറ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ആ റോഡിലേക്കാണ് ഇത് കയറി ചെല്ലുന്നത്. അവിടെ നേരെ ബൈപ്പാസ് പിടിക്കാൻ നേരെ പോവുക. അപ്പോൾ എന്തായാലും ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ എനിക്ക് വീടെത്താൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ആലപ്പുഴ ടൗൺ ജംഗ്ഷൻ. ഇവിടുന്ന് നമ്മുടെ ഇങ്ങോട്ട് ചവക്കോട്ടത്തിൽ പാലത്തിൽ ആ റോഡിലേക്കൊക്കെ പോകുന്ന ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന റോഡ്. ഇവിടെ നേരെ ചെന്ന് മറ്റേ അതായത് പുന്നപ്പുറ വയലാറിൻ്റെ ആ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ ചെന്ന് കയറും ഈ റോഡ്.
അതാണ് ഈ റോഡ്. നിങ്ങൾക്ക് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കുന്നത്. നേരെ ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് നമ്മുടെ നമ്മുടെ കോളേജ് ഉണ്ടല്ലോ അവിടെ. ഇത് മറ്റേ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അതാണ് ഇപ്പുറത്ത് കാണുന്നത്. അവിടെ നേരെ നമ്മുടെ ബൈപ്പാസിലേക്ക് പോകുന്ന അപ്പുറത്ത് തിരിഞ്ഞ് പോയാൽ മതി. എനിക്ക് തോന്നുന്നു ടൗണിൽ കൂടെ കയറി പോയാൽ മതി. ഞാൻ പിന്നെ തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ച് നേരെ ബൈപ്പാസ് പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇത് മറ്റേ TD കോളേജ്, സോറി SD കോളേജ്, TD കോളേജ് അല്ല SDC കോളേജ്, തെറ്റിപ്പോയി. ആ കോളേജാണ് ഈ സൈഡിൽ കാണുന്നത്. അവിടെ നേരെ ബൈപ്പാസ് പിടിക്കുക, നേരെ റോഡ് പിടിച്ച് പോകുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.